മൊബൈൽ ഫോൺ കേട്ടുകേൾവി പോലുമില്ലാത്ത 90s തുടക്കം. വാഷിംഗ്ടണിലെ ബെൽവ്യൂവിൽ ആരംഭിച്ച ചെറിയൊരു ഓൺലൈൻ പുസ്തകക്കട പിന്നീട് അന്നത്തെ ട്രെൻഡായ സിഡിയും ഡിവിഡിയും വിൽക്കാൻ തുടങ്ങി. പതിയെ പതിയെ വേറെയും ഉൽപ്പന്നങ്ങൾ. ഓൺലൈൻ പുസ്തകക്കടയിൽ നിന്ന് ഇ-കൊമേഴ്സ് ബിസിനസിനെ മണി മേക്കിംഗ് മെഷീനാക്കി മാറ്റിയ ആമസോൺ തുടങ്ങുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ പറയാൻ പോകുന്നത് ആമസോണിന്റെ കഥയല്ല. ആമസോണിനെ ക്ലിക്കാക്കിയ അതേ ബിസിനസ് തന്ത്രം ഉപയോഗിച്ച് ക്ലിക്കായ ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ കഥയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ കഥ. 2007 ആ കഥ തുടങ്ങുന്നത്. ഡൽഹി IIT-കാരായ സച്ചിൻ ബൻസാലും ബിന്നി ബൻസാലുമാണ് ഈ കഥയിലെ നായകർ. ഇരുവരും ആമസോണിന്റെ മുൻ എംപ്ലോയീസ്. ബംഗളൂരുവിൽ ഒരു 2 BHK അപ്പാർട്ട്മെന്റിൽ ആമസോണിനെ പോലെ തന്നെ പുസ്തകം വിറ്റു തുടങ്ങി. വെബ്സൈറ്റ് കോഡിംഗ് മുതൽ കസ്റ്റമർ സർവീസ് വരെ ചെയ്തത് ആ 2 പേരും കൂടി. ഇന്ത്യക്കാരുടെ കീശയും മനസ്സും അറിഞ്ഞായിരുന്നു ഈ ഐക്കോണിക് സ്റ്റാർട്ടപ്പിന്റെ വളർച്ച. ക്യാഷ് ഓൺ ഡെലിവറിയും ഈസി റിട്ടേണും ഇൻഡസ്ട്രിയിൽ ആദ്യം കൊണ്ടുവന്നത് മറ്റൊരു ഇന്നൊവേറ്റീവ് ഐഡിയ. ഉപഭോക്താക്കളെയും കച്ചവടക്കാരെയും ഒരേപോലെ കയ്യിലെടുത്ത ഐഡിയ കൂടിയായിരുന്നു അത്. ഫ്ലിപ്കാർട്ടിനെ ഇന്ത്യയിൽ ക്ലിക്കാക്കുക മാത്രമല്ല, ഒരു ഇ-കൊമേഴ്സ് വിപ്ലവം തന്നെ സൃഷ്ടിച്ചു ഈ ആശയം. ബിസിനസ് ക്ലിക്കാക്കുന്ന 1 മിനിറ്റ് കഥകളുമായി വീണ്ടും കാണാം. ഇത് ഒറ്റ ക്ലിക്ക്.